അപ്പം നാവ് ചെറിയ വിഷയമല്ല. ഈ നാവ് കൊണ്ട് എവിടെ എത്താം? സ്വർഗത്തിൽ കടക്കാം. ഈ നാവ് കൊണ്ട് നരകത്തിലേക്ക് മറിയപ്പെടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലമ്മാ മർറ ബിഖൗമിൻ, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ പ്രവാചകൻ നടന്നു പോകവേ അല്ലാഹുവിന്റെ റസൂൽ ആ സമൂഹത്തോട് പറയുകയാണ്, തഖല്ലലൂ തഖല്ലലൂ, നിങ്ങൾ പല്ലുകുത്തണേ സഹാബാ, പല്ലുകുത്തണേ സഹാബാ. ഫഖാലൂ, ഉടനെ അനുയായികൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ അറഅയ്ത മുദ്മിനൽ ഖംർ, അല്ലാഹുവിന്റെ റസൂലേ ഫവല്ലാഹി മാ തഅംനൽ ലൗമ തഅമാ, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയേ, പാനീയങ്ങൾ കുടിച്ചിട്ടില്ല നബിയേ, മുഴുപട്ടിണിയാണ് നബിയേ, അരപ്പട്ടിണിയല്ല മുഴുപട്ടിണിയാണ് നബിയേ. പിന്നെങ്ങനെയാണ് ഞങ്ങൾ പല്ലുകുത്തുക? പല്ലുകുത്തണമെങ്കിൽ ബീഫ് കഴിച്ചവനല്ലേ പല്ലുകുത്തേണ്ടയുള്ളൂ, ഭക്ഷണം കഴിച്ചവനല്ലേ പല്ലിൻ്റെ ഇടയിൽ നിന്ന് മ്ലേച്ഛതകളെ മാലിന്യങ്ങളെ നീക്കി കളയേണ്ടതുള്ളൂ. ഞങ്ങൾ എന്തിനാണ് പല്ലുകുട്ടുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായിയോട് പറയുകയാണ്, ഇന്നീല അറാ ലഹ്മ ഫുലാനിൻ ബൈന ഫനായാകും, ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ പച്ചമാസം ഞാൻ കാണുന്നുണ്ട് സഹാബാ, അതാണ് കുത്തിക്കളയാർ പറഞ്ഞതെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം